വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. സംഖ്യയുടെ പുസ്തകം 13-ാം അധ്യായം. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഞാൻ ഇസ്രായേലർക്ക് നൽകുന്ന കാനാൻ ദേശം ഒറ്റുനോക്കാൻ ആളുകളെ അയക്കുക. അവനവന്റെ പിതൃഗോത്രത്തിൽ നിന്ന് ഒരാളെന്ന കണക്കിൽ അവരിലെ ഓരോ നേതാവിനെയും നിങ്ങൾ അയക്കണം. കർത്താവിന്റെ നിർദ്ദേശമനുസരിച്ച് പാരാൻ മരുഭൂമിയിൽ നിന്ന് മോശ അവരെ അയച്ചു. അവരെല്ലാവരും ഇസ്രായേലരുടെ തലവന്മാരായ പുരുഷന്മാരായിരുന്നു. ഇവയാണ് അവരുടെ പേരുകൾ: റൂബൻ ഗോത്രത്തിന് സക്കൂറിന്റെ മകൻ ഷമ്മുവ, ശിമയോൻ ഗോത്രത്തിന് ഹോറിയുടെ മകൻ ഷാഫാത്ത്, യൂദാ ഗോത്രത്തിന് യഫുന്നയുടെ മകൻ കാലെബ്, ഇസാക്കർ ഗോത്രത്തിന് ജോസഫിന്റെ മകൻ ഈഗാൽ, എഫ്രായിം ഗോത്രത്തിന് നൂനിന്റെ മകൻ ഹോശയ, ബെഞ്ചമിൻ ഗോത്രത്തിന് റാഫുവിന്റെ മകൻ പൽത്തി, സെബുലൂൻ ഗോത്രത്തിന് സോദിയുടെ മകൻ ഗദ്ദിയേൽ, ജോസഫിന്റെ ഗോത്രത്തിന്, അതായത് മനാസെ ഗോത്രത്തിന് സൂസിയുടെ മകൻ ഗദ്ദി, ദാൻ ഗോത്രത്തിന് ഗമലിയുടെ മകൻ അമ്മിയേൽ, ആഷേർ ഗോത്രത്തിന് മിഖായേലിന്റെ മകൻ സെത്തൂർ, നഫ്താലി ഗോത്രത്തിന് വോഫസിയുടെ മകൻ നഹ്ബി, ഗാദ് ഗോത്രത്തിന് മാക്കിയുടെ മകൻ ഗവുവേൽ. ദേശം ഒറ്റുനോക്കാൻ മോശ അയച്ച ആളുകളുടെ പേരുകളാണ് ഇവ. നൂനിന്റെ മകൻ ഹോശയായെ മോശ ജോഷുവ എന്ന് വിളിച്ചു. കാനാൻ ദേശം ഒറ്റുനോക്കാൻ മോശ അവരെ അയച്ചു. അവൻ അവരോട് പറഞ്ഞു: നിങ്ങൾ അവിടെ നെഗബിൽ ചെന്നിട്ട് മല കയറുവിൻ. നിങ്ങൾ ആ നാട് എങ്ങനെയുള്ളതാണെന്നും അതിൽ വസിക്കുന്ന ജനം പ്രബലമാണോ ദുർബലമാണോ, അവർ എണ്ണത്തിൽ കുറവാണോ കൂടുതലാണോ എന്നും നിരീക്ഷിക്കണം. അവർ വസിക്കുന്ന നാട് എങ്ങനെയുള്ളതാണ്, അത് നല്ലതോ ചീത്തയോ? നഗരങ്ങൾ എങ്ങനെയുള്ളത്? അവയിൽ അവർ വസിക്കുന്നത് പാളയങ്ങളിലോ മതിൽക്കെട്ടുകൾക്കുള്ളിലോ? ഭൂമി എങ്ങനെയുള്ളതാണ്, പുഷ്ടിയുള്ളതോ തരിശോ? അതിൽ വൃക്ഷമുണ്ടോ ഇല്ലയോ എന്നും നിങ്ങൾ ഉറപ്പുവരുത്തണം. നാടിന്റെ കുറച്ചു ഫലം എടുക്കുകയും വേണം. ആ ദിവസങ്ങൾ മുന്തിരിയുടെ ആദ്യ ഫലങ്ങളുടെ കാലമായിരുന്നു. അവർ കയറിച്ചെന്ന് സിൻ മരുഭൂമി മുതൽ ഹമാത്തിന് പോകാനുള്ള റഹോബ് വരെയുള്ള പ്രദേശം ഒറ്റുനോക്കി. അവർ നെഗബിൽ കയറിച്ചെന്ന് ഹെബ്രോൺ വരെ എത്തി. അനാക്കുജാതന്മാരായ അഹിമാൻ, ശേഷായി, തൽമായി എന്നിവർ അവിടെ ഉണ്ടായിരുന്നു. ഈജിപ്തിലെ സോവാനിനേക്കാൾ 7 വർഷം മുമ്പേ പണിയപ്പെട്ടതാണ് ഹെബ്രോൺ. അവർ എഷ്കോൾ താഴ്വര വരെ ചെന്നു. അവിടെ നിന്ന് ഒരു മുന്തിരിക്കൊമ്പും മുന്തിരിക്കുലയും മുറിച്ചെടുത്ത് 2 പേരെ കൊണ്ട് തണ്ടിന്മേൽ അത് വഹിപ്പിച്ചു. ഒപ്പം കുറെ മാതളപ്പഴവും കുറെ അത്തിപ്പഴവും. അവിടെ നിന്ന് ഇസ്രായേലർ മുറിച്ചെടുത്ത മുന്തിരിക്കുലയെ ആധാരമാക്കി ആ സ്ഥലത്തെ നഹൽ എഷ്കോൾ എന്ന് വിളിച്ചു. 40 ദിവസത്തിനുള്ളിൽ ദേശം ഒറ്റുനോക്കിയിട്ട് അവർ മടങ്ങി. അവർ യാത്ര ചെയ്ത് പാരാൻ മരുഭൂമിയിലുള്ള കാദേശിൽ മോശയുടെയും അഹ്റോന്റെയും ഇസ്രായേൽ സമൂഹം മുഴുവന്റെയും അടുത്തെത്തി. അവരെയും സമൂഹം മുഴുവനെയും വിവരം അറിയിച്ചു. ആ ദേശത്തെ ഫലം അവരെ കാണിക്കുകയും ചെയ്തു. അവർ അവനോട് വിവരിച്ചു പറഞ്ഞു: നീ ഞങ്ങളെ പറഞ്ഞയച്ച ദേശത്ത് ഞങ്ങൾ ചെന്നു. പാലും തേനും ഒഴുകുന്നത് തന്നെയാണത്. ഇതാണ് അവിടുത്തെ ഫലം. എന്നിരിക്കലും അന്നാട്ടിൽ വസിക്കുന്ന ജനം പ്രബലരാണ്. വളരെ വലിയ പട്ടണങ്ങൾ ചെങ്കുത്തായവയാണ്. മാത്രമല്ല, അനാക്കുജാതരെയും ഞങ്ങൾ അവിടെ കണ്ടു. അമലേക്യർ ദക്ഷിണദേശത്ത് താമസിക്കുന്നു. ഹിത്യരും ജബൂസ്യരും അമോര്യരും മലയിൽ പാർക്കുന്നു. കാനാന്യർ കടലോരത്തും ജോർദാൻ പരിസരത്തുമായി വസിക്കുന്നു. അപ്പോൾ മോശയോട് കൂടെ ഉണ്ടായിരുന്ന ജനത്തെ നിശബ്ദമാക്കിയിട്ട് കാലെബ് പറഞ്ഞു: നമുക്ക് ഉടനെ കയറി ചെന്ന് അത് കൈവശപ്പെടുത്താം. കാരണം തീർച്ചയായും നമുക്കതിന് കഴിയും. എന്നാൽ അവനോട് കൂടെ കയറി ചെന്ന ആളുകൾ പറഞ്ഞു: ആ ജനത്തിന്റെ പക്കൽ കയറിപ്പറ്റാൻ നമുക്കാവില്ല. കാരണം അത് നമ്മേക്കാൾ പ്രബലമാണ്. തങ്ങൾ ഒറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് അവർ ഇസ്രായേലരുടെ പക്കൽ ഇപ്രകാരം അപവാദം പ്രചരിപ്പിച്ചു: ഞങ്ങൾ ഒറ്റുനോക്കാനായി കടന്നു ചെന്ന ആ ദേശം അതിനെ വസതിയാക്കാൻ എത്തുന്നവരെ വിഴുങ്ങിക്കളയുന്ന ഒരു നാടാണ്.
അതിനുള്ളിൽ ഞങ്ങൾ കണ്ട ജനം മുഴുവനും രാക്ഷസന്മാർ. അവിടെ ഞങ്ങൾ നെഫീൽ വർഗത്തിൽപ്പെട്ട അനാക്കിന്റെ മക്കളായ നെഫീലുകളെ കണ്ടു. ഞങ്ങളുടെ ദൃഷ്ടികളിൽ ഞങ്ങൾ വിട്ടിലുകളെ പോലെ ആയിരുന്നു. അവരുടെ ദൃഷ്ടികളിലും ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം. സമൂഹം മുഴുവൻ അലറി വിളിച്ചു. ആ രാത്രി ജനം കരഞ്ഞു. ഇസ്രായേലർ മുഴുവൻ മോശയ്ക്കെതിരെയും അഹരോനെതിരെയും പിറുപിറുത്തു. സമൂഹം ഒന്നാകെ അവരോട് പറഞ്ഞു, ഈജിപ്ത് നാട്ടിൽ വച്ച് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ, അഥവാ ഈ മരുഭൂമിയിൽ വച്ച് ഞങ്ങൾ മരിച്ചെങ്കിൽ, വാളിന് ഇരയാകാൻ കർത്താവ് ഞങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നതെന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും കൊള്ള മുതലായി തീരുമല്ലോ. ഈജിപ്തിലേക്ക് തിരികെ പോകുന്നതല്ലേ ഞങ്ങൾക്ക് നല്ലത്. അവർ പരസ്പരം പറഞ്ഞു, നമുക്കൊരു തലവനെ നിയമിച്ച് ഈജിപ്തിലേക്ക് തിരികെ പോകാം. അപ്പോൾ മോശയും അഹരോനും ഇസ്രായേല് സമൂഹത്തിന്റെ കൂട്ടം മുഴുവനും മുമ്പാകെ മുഖം മുട്ടെ വീണു. ദേശം ഒറ്റുനോക്കിയവരിൽപ്പെട്ട നൂനിന്റെ മകൻ ജോഷുവയും യെഫുന്നയുടെ മകൻ കാലബും തങ്ങളുടെ വസ്ത്രങ്ങൾ കീറി. അവർ ഇസ്രായേല് സമൂഹത്തോടൊന്നാകെ ഇപ്രകാരം പറഞ്ഞു, ഞങ്ങൾ ഒറ്റുനോക്കാനായി കടന്നുപോയ ആ ദേശം വളരെ വളരെ നല്ലതാണ്. കർത്താവ് നമ്മിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്ന് നമ്മെ ആ നാട്ടിലേക്ക് കൊണ്ടുപോകും. അത് നമുക്ക് തരുകയും ചെയ്യും. തേനും പാലും ഒഴുകുന്ന ദേശമാണത്. നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുതെന്ന് മാത്രം. ആ ദേശത്തെ ജനത്തെ നിങ്ങൾ ഭയപ്പെടുകയും അരുത്. എന്തെന്നാൽ അവർ നമ്മുടെ ഭക്ഷണമാണ്. അവരുടെ സുരക്ഷ അവരുടെ മേൽ നിന്ന് അകന്നു മാറിയിരിക്കുന്നു. എന്നാൽ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ടതില്ല. സമൂഹമാകട്ടെ ഒന്നടങ്കം അവരെ കല്ലെറിയാൻ ആക്രോശിച്ചു. അപ്പോൾ സമാഗമ കൂടാരത്തിൽ കർത്താവിന്റെ മഹത്വം ഇസ്രായേലർക്ക് മുഴുവൻ പ്രത്യക്ഷമായി. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഈ ജനം എത്ര നാൾ എന്നെ നിരാകരിക്കും? അതിന്റെ മധ്യേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള അടയാളങ്ങളെല്ലാം ഉണ്ടായിട്ടും എത്ര നാൾ എന്നെ അവർ അവിശ്വസിക്കും? ഞാൻ മഹാമാരി കൊണ്ട് പ്രഹരിച്ച് അതിനെ അവകാശരഹിതമാക്കും. എന്നാൽ നിന്നെ ഞാൻ അതിനേക്കാൾ വലുതും ശക്തവുമായ ഒരു ജനതയാക്കി തീർക്കും. അപ്പോൾ മോശ കർത്താവിനോട് പറഞ്ഞു, ഈജിപ്തുകാർ കേൾക്കുകയും, എന്തെന്നാൽ അതിന്റെ മധ്യേ നിന്നാണല്ലോ ഈ ജനത്തെ അങ്ങയുടെ ശക്തിയാൽ അങ്ങ് ഉദ്ധരിച്ചത്. തദ്ദേശവാസിയോട് അവർ പറയുകയും ചെയ്യും, കർത്താവെ, അങ്ങ് കണ്ണോട് കണ്ണ് ദൃശ്യനാകുന്ന ഈ ജനത്തിന്റെ മധ്യേ കർത്താവായ അങ്ങുണ്ടെന്നും അങ്ങയുടെ മേഘം അവരുടെ മുകളിൽ നിൽക്കുന്നെന്നും അങ്ങ് പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും അവരുടെ മുമ്പേ നടക്കുന്നെന്നും അവർ കേട്ടിട്ടുണ്ട്. അതിനാൽ ഒരൊറ്റയാളെ എന്നതുപോലെ അങ്ങ് ഈ ജനത്തെ സംഹരിച്ചു കളഞ്ഞാൽ അങ്ങയുടെ ഖ്യാതി കേട്ടിട്ടുള്ള ജനതകൾ പറയും, ഈ ജനത്തോട് അവിടുന്ന് വാഗ്ദാനം ചെയ്ത ദേശത്ത് അവരെ എത്തിക്കാൻ കർത്താവിന് കഴിയാത്തത് കൊണ്ട് മരുഭൂമിയിൽ വച്ച് അവിടുന്ന് അവരെ കൊന്നുകളഞ്ഞു. ഇപ്പോൾ നാഥന്റെ ശക്തി വർദ്ധമാനമാകട്ടെ. അങ്ങ് ഇപ്രകാരം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, കർത്താവ് കോപവിമുഖനും കാരുണ്യത്തിൽ സമ്പന്നനും കുറ്റവും അതിക്രമവും ക്ഷമിക്കുന്നവൻ. എന്നാൽ തീർത്തും കുറ്റമുക്തമാക്കാതെ പിതാക്കന്മാരുടെ കുറ്റം മക്കളുടെ മേലും 3-ാം തലമുറയുടെ മേലും 4-ാം തലമുറയുടെ മേലും ചുമത്തുന്നവൻ. ഈജിപ്ത് മുതൽ ഇവിടം വരെ ഈ ജനത്തോട് അങ്ങ് ക്ഷമിച്ചതുപോലെ അങ്ങയുടെ കാരുണ്യാതിരേകത്തിന്റെ ശ്രേഷ്ഠതയ്ക്ക് യോജിച്ച വിധം ഇപ്പോഴും ഈ ജനത്തിന്റെ അപരാധം പൊറുത്താലും. അപ്പോൾ കർത്താവ് അരുൾ ചെയ്തു, നിന്റെ വാക്കനുസരിച്ച് ഞാൻ പൊറുത്തിരിക്കുന്നു. ജീവിക്കുന്ന ഞാനാണേ കർത്തൃമഹത്വം ഭൂമി മുഴുവൻ നിറയും. എൻ്റെ മഹത്വവും ഈജിപ്തിലും മരുഭൂമിയിലും ഞാൻ ചെയ്ത എൻ്റെ അടയാളങ്ങളും കണ്ട എല്ലാ ആളുകളും ഈ 10 പ്രാവശ്യവും എന്നെ പരീക്ഷിക്കുകയും എൻ്റെ സ്വരം അനുസരിക്കാതിരിക്കുകയും ചെയ്തതിനാൽ അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശം അവർ ഒരിക്കലും കാണുകയില്ല. എന്നെ നിന്ദിക്കുന്നവരാരും അത് കാണുകയില്ല. എന്നാൽ എൻ്റെ ദാസനായ കാലബിനോട് കൂടെ വ്യത്യസ്തമായ ചൈതന്യമുള്ളതിനാലും അവൻ എന്നെ പൂർണ്ണമായി അനുഗമിച്ചതിനാലും അവൻ പോയ ദേശത്തേക്ക് ഞാൻ അവനെ കൊണ്ടുചെല്ലും. അവന്റെ സന്തതി അത് കൈവശമാക്കും. താഴ്വരയിൽ അമലേക്കരും കാനാന്യരും പാർക്കുന്നത് കൊണ്ട് നാളെ നിങ്ങൾ ചെങ്കടലിന്റെ വഴിയിലൂടെ മരുഭൂമി ലക്ഷ്യമാക്കി നീങ്ങുവേൻ. കർത്താവ് മോശയോടും അഹരോനോടും ഇപ്രകാരം വചിച്ചു, എനിക്കെതിരെ പിറുപിറുക്കുന്ന ഈ ദുഷ്ടസമൂഹത്തിന് ഇനി എത്ര നാൾ? എനിക്കെതിരെ ഇസ്രായേലർ ഉരുവിടുന്ന മുറുമുറുപ്പുകൾ ഞാൻ കേട്ടിരിക്കുന്നു. അവരോട് നീ പറയുക, ജീവിക്കുന്ന ഞാനാണേ കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ കേൾക്കെ നിങ്ങൾ സംസാരിച്ചതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് ചെയ്യും.
നിങ്ങളുടെ കണക്ക് മുഴുവൻ അനുസരിച്ച് എണ്ണപ്പെട്ട 20 വയസ്സുള്ളവൻ തൊട്ട് മുകളിലേക്ക് എനിക്കെതിരായി പിറുപിറുത്ത നിങ്ങൾ എല്ലാവരുടെയും ശവങ്ങൾ ഈ മരുഭൂമിയിൽ വീഴും. നിങ്ങളെ പാർപ്പിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശത്ത് നിങ്ങൾ യെഫുന്നയുടെ മകൻ കാലെബും നൂനിന്റെ മകൻ ജോഷ്വയും ഒഴികെ പ്രവേശിക്കുകയില്ല. എന്നാൽ കൊള്ള മുതലായി തീരുമെന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞാൻ പ്രവേശിപ്പിക്കും. നിങ്ങൾ തിരസ്കരിച്ച ആ ദേശം അവർ അനുഭവിക്കും. എന്നാൽ നിങ്ങൾ തന്നെ ശവങ്ങളായി ഈ മരുഭൂമിയിൽ വീഴും. മരുഭൂമിയിൽ നിങ്ങളുടെ ശവങ്ങൾ വീണു തീരുന്നതുവരെ നിങ്ങളുടെ അവിശ്വസ്തതകൾ വഹിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾ 40 വർഷം മരുഭൂമിയിൽ ഇടയന്മാരായിരിക്കും. നിങ്ങൾ ദേശം ഒറ്റുനോക്കിയ ദിനങ്ങളുടെ എണ്ണമനുസരിച്ചുള്ള 40 ദിവസങ്ങൾക്ക് ഓരോ ദിവസത്തിനും ഓരോ വർഷമെന്ന കണക്കിൽ 40 വർഷത്തേക്ക് നിങ്ങളുടെ അകൃത്യങ്ങൾ നിങ്ങൾ ചുമക്കണം. എൻ്റെ എതിർപ്പ് അങ്ങനെ നിങ്ങൾ അറിയും. കർത്താവായ ഞാനാണ് പ്രസ്താവിക്കുന്നത്. എനിക്കെതിരെ ഒത്തുചേർന്ന ഈ ദുഷ്ട സമൂഹത്തോട് മുഴുവൻ ഞാൻ ഇതുതന്നെ ചെയ്യും. ഈ മരുഭൂമിയിൽ അവർ ഒടുങ്ങും, ഇവിടെ അവർ മരിക്കും. ദേശം ഒറ്റുനോക്കാൻ മോശ അയക്കുകയും മടങ്ങി വന്ന ദേശത്തെക്കുറിച്ച് അപവാദം പ്രചരിപ്പിച്ച് അവനെതിരെ സമൂഹം മുഴുവൻ പിറുപിറുക്കാൻ ഇടയാക്കുകയും ചെയ്ത മനുഷ്യർ, ദേശത്തെ സംബന്ധിച്ച് തികഞ്ഞ അപവാദം പ്രചരിപ്പിച്ച മനുഷ്യർ തന്നെ മഹാമാരിയാൽ കർത്താവിന്റെ മുമ്പിൽ മരിച്ചു വീണു. എന്നാൽ നാട് ഒറ്റുനോക്കാൻ പോയ ആ നാളുകളിൽ നൂനിന്റെ മകൻ ജോഷ്വായും യെഫുന്നയുടെ മകൻ കാലെബും ജീവിച്ചു. മോശ ഇക്കാര്യങ്ങൾ എല്ലാ ഇസ്രായേലരോടും സംസാരിച്ചു. ജനം ഏറെ വിലപിച്ചു. അതിരാവിലെ എഴുന്നേറ്റ് അവർ, ഇതാ തീർച്ചയായും ഞങ്ങൾ പാപം ചെയ്തു, എങ്കിലും കർത്താവ് പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ കയറുകയാണ് എന്ന് പറഞ്ഞ് മലമുകളിലേക്ക് കയറി. അപ്പോൾ മോശ പറഞ്ഞു, എന്തുകൊണ്ടാണിങ്ങനെ നിങ്ങൾ കർത്താവിന്റെ നിർദ്ദേശം ലംഘിക്കുന്നത്? അത് വിജയിക്കുകയില്ല. നിങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിൽ തോൽക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ കയറരുത്. എന്തെന്നാൽ കർത്താവ് നിങ്ങളുടെ ഇടയിലില്ല. അമലേക്കരും കാനാന്യരും അവിടെ നിങ്ങൾക്ക് മുമ്പിലുള്ളതിനാൽ നിങ്ങൾ വാളാൽ നിബദിക്കും. കർത്താവിന്റെ പിന്നിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു പോയതിനാൽ കർത്താവ് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുകയില്ല. കർത്താവിന്റെ വാഗ്ദാന പേടകവും മോശയും പാളയമധ്യേ നിന്ന് പുറപ്പെടാതിരുന്നിട്ടും അവർ മലമുകളിലേക്ക് കയറാൻ ഔദത്യം കാട്ടി. അപ്പോൾ ആ മലയിൽ പാർത്തിരുന്ന അമലേക്കരും കാനാന്യരും ഇറങ്ങി വന്ന് അവരെ ആക്രമിക്കുകയും ഹോർമ അവരെ തോൽപ്പിച്ചോടിക്കുകയും ചെയ്തു. 102-ാം സങ്കീർത്തനം. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ നിലവിളി അങ്ങയുടെ പക്കൽ എത്തട്ടെ. എൻ്റെ കഷ്ടതയുടെ ദിനത്തിൽ അങ്ങ് എന്നിൽ നിന്ന് തിരുമുഖം മറയ്ക്കരുതേ. അങ്ങ് എൻ്റെ നേർക്ക് ചെവി ചായിക്കണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന ദിനത്തിൽ വേഗം എനിക്ക് ഉത്തരമരുളണമേ. എൻ്റെ ദിനങ്ങൾ പുക പോലെ മാഞ്ഞു പോകുന്നു. എൻ്റെ അസ്ഥികൾ ചൂള പോലെ എരിയുന്നു. എൻ്റെ ഹൃദയം മുറിപ്പെട്ട് പുല്ലുപോലെ വാടിപ്പോകുന്നു. എൻ്റെ അപ്പം ഭുജിക്കാൻ ഞാൻ മറന്നു പോകുന്നല്ലോ. എൻ്റെ വിലാപസ്വരം മൂലം എൻ്റെ അസ്ഥി മാംസത്തോട് ഒട്ടിപ്പോയിരിക്കുന്നു. ഞാൻ മരുഭൂമിയിലെ ഞാറപക്ഷിക്ക് സമനായിരിക്കുന്നു. വിജന പ്രദേശങ്ങളിലെ മൂങ്ങ പോലെയും ആയിരിക്കുന്നു. ഞാൻ ഉറക്കമിളച്ചിരിക്കുന്നു. പുരമുകളിൽ ഒറ്റപ്പെട്ട പക്ഷിയെ പോലെ ഞാൻ ആയിരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ ദിവസം മുഴുവൻ എന്നെ പരിഹസിക്കുന്നു. എന്നെ കുറിച്ച് പുലമ്പുന്നവൻ എനിക്കെതിരെ ശപഥം ചെയ്യുന്നു. ഞാൻ അപ്പം പോലെ ചാരം തിന്നുന്നല്ലോ. എൻ്റെ പാനീയങ്ങൾ എൻ്റെ കണ്ണീരുമായി കൂട്ടിക്കലർത്തുന്നു. അങ്ങയുടെ അമർഷവും രോഷവും മൂലമാണല്ലോ അങ്ങനെ പൊക്കിയെടുത്ത് വലിച്ചെറിഞ്ഞിരിക്കുന്നത്. എൻ്റെ ദിനങ്ങൾ നീണ്ട നിഴൽ പോലെയാണ്. ഞാനോ പുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നു. കർത്താവെ, അങ്ങ് എന്നേക്കും ഉപവിഷ്ടനായിരിക്കുന്നു. അങ്ങയുടെ സ്മരണ തലമുറ തലമുറയിലേക്കുള്ളതാണ്. അങ്ങ് എഴുന്നേറ്റ് സിയോനോട് ആർദ്രത കാട്ടും. എന്തെന്നാൽ അവളോട് ദയ കാണിക്കാനുള്ള സമയം, അതേ നിശ്ചിത സമയം സമാഗതമായിരിക്കുന്നു. തീർച്ചയായും അങ്ങയുടെ ദാസർ അവളുടെ കല്ലുകൾ ഇഷ്ടപ്പെടുന്നു. അവളുടെ ധൂളിയോട് അവർ ദയ കാണിക്കുന്നു. ജനതകൾ കർത്താവിന്റെ നാമം ഭയപ്പെടും. എല്ലാ ഭൗമിക രാജാക്കന്മാരും അങ്ങയുടെ മഹത്വത്തെയും. എന്തെന്നാൽ കർത്താവ് സിയോനെ പണിതുയർത്തി. അവിടുന്ന് തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അഗതിയുടെ പ്രാർത്ഥനയുടെ നേർക്ക് അവിടുന്ന് തിരിഞ്ഞു. അവരുടെ പ്രാർത്ഥന അവിടുന്ന് നിരസിച്ചില്ല. പിൻതലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതപ്പെടട്ടെ. സൃഷ്ടിക്കപ്പെടാനിരിക്കുന്ന ജനം കർത്തനെ സ്തുതിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് തന്റെ വിശുദ്ധ സ്ഥലത്തിന്റെ ഔന്നത്യത്തിൽ നിന്ന് താഴേക്ക് വീക്ഷിച്ചു. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഉറ്റുനോക്കി. അത് തടവുകാരന്റെ നിലവിളി കേൾക്കാനും മൃത്യുവശകരെ സ്വതന്ത്രരാക്കാനും ആയിരുന്നു. അങ്ങനെ അവർ സിയോനിൽ കർത്താവിന്റെ നാമവും ജെറൂസലേമിൽ അവിടുത്തെ സ്തുതിയും പ്രഘോഷിക്കേണ്ടിയിരുന്നു. കർത്താവിനെ ശുശ്രൂഷിക്കാൻ സകല ജനങ്ങളും രാജ്യങ്ങളും ഒരുമിച്ച് കൂടുമ്പോൾ തന്നെ അവിടുന്ന് വഴിയിൽ വച്ച് എൻ്റെ ശക്തി ചോർത്തി.
എൻ്റെ ദിനങ്ങൾ ചുരുക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, തലമുറ തലമുറകളോളം നിത്യനായ എൻ്റെ തമ്പുരാനെ, എൻ്റെ ആയുസ്സിന്റെ പകുതിക്ക് വെച്ച് എന്നെ പറിച്ചു മാറ്റരുതേ. അങ്ങ് പണ്ട് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശം അങ്ങയുടെ കരവേലയാണ്. അവ നശിച്ചു പോകും, എന്നാൽ അങ്ങ് നിലകൊള്ളും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ഉടുപ്പ് പോലെ അങ്ങ് അവ ഊരിമാറ്റും. അങ്ങനെ അവയ്ക്ക് മാറ്റമുണ്ടാകും. എന്നാൽ അങ്ങാണ് ആയിരിക്കുന്നവൻ. അങ്ങയുടെ സംവത്സരങ്ങൾ അവസാനിക്കുന്നില്ല. അങ്ങയുടെ ദാസരുടെ മക്കൾ തുടർന്നും വസിക്കും. അവരുടെ സന്തതി അങ്ങയുടെ മുമ്പിൽ സുസ്ഥിരമായി വസിക്കും. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. നമ്മുടെ ഇടയിൽ പൂർത്തിയാക്കപ്പെട്ട സംഭവങ്ങളുടെ വിവരണം സമാഹരിച്ചെഴുതാൻ അനേകർ ശ്രമിച്ചിട്ടുണ്ടല്ലോ. അതാകട്ടെ ആദ്യം മുതൽ തന്നെ വചനത്തിന്റെ ദൃക്സാക്ഷികളും ശുശ്രൂഷകരുമായിരുന്നവർ നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ളതനുസരിച്ചാണ്. അതിശ്രേഷ്ഠനായ തെയോഫിലോസെ, എല്ലാം പ്രാരംഭം മുതൽ സൂക്ഷ്മമായി പരിശോധിച്ച എനിക്കും ക്രമമായി നിനക്ക് എഴുതുന്നത് ഉചിതമാണെന്ന് തോന്നി. അത് നിന്നെ പ്രബോധിപ്പിച്ചിട്ടുള്ള വചനങ്ങളുടെ വിശ്വാസ്യത നീ ഗ്രഹിക്കാനാണ്. ഹെരോദേസ് യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്കറിയ എന്നു പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അഹറോന്റെ പുത്രിമാരിൽ ഒരാളായിരുന്നു അവന്റെ ഭാര്യ. അവളുടെ പേര് എലിസബത്ത്. ഇരുവരും ദൈവസന്നിധിയിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ സകല കൽപ്പനകളിലും പ്രമാണങ്ങളിലും കുറ്റമറ്റ വിധം ചരിക്കുന്നവരും ആയിരുന്നു. അവർക്ക് സന്താനമില്ലായിരുന്നു, കാരണം എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. തന്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് സക്കറിയ ദൈവസന്നിധിയിൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ചു കൊണ്ടിരിക്കെ പൗരോഹിത്യ ആചാരപ്രകാരം കർത്താവിന്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ധൂപമർപ്പിക്കാൻ സക്കറിയായ്ക്ക് കുറി വീണു. ധൂപാർപ്പണ സമയം ജനം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കർത്താവിന്റെ ദൂതൻ ധൂപാർപ്പണ പീഠത്തിന്റെ വലത്തുവശത്ത് നിൽക്കുന്നതായി അവന് കാണപ്പെട്ടു. അവനെ കണ്ട് സക്കറിയ അസ്വസ്ഥനാകുകയും ഭയാധീനനാകുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, സക്കറിയ ഭയപ്പെടേണ്ട, കാരണം നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേര് വിളിക്കണം. നിനക്ക് സന്തോഷവും ആനന്ദവും ഉണ്ടാകും. അനേകർ അവന്റെ ജനനത്തിൽ ആഹ്ലാദിക്കും. അവൻ കർത്താവിന്റെ മുൻപിൽ വലിയവനായിരിക്കും. വീഞ്ഞോ ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ അനേകരെ തങ്ങളുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിനിഷ്ഠരുടെ വിവേകത്തിലേക്കും തിരികെ കൊണ്ടുവരാനും രൂപീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിന്റെ മുമ്പേ പോകും. സക്കറിയ ദൂതനോട് ചോദിച്ചു, ഞാനിത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എന്റെ ഭാര്യ പ്രായം കവിഞ്ഞോളുമാണ്. ദൂതൻ അവനോട് മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കാനും ഈ സദ്വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. ഇതാ, ഇവ സംഭവിക്കുന്ന ദിവസം വരെ നീ നിശബ്ദനും സംസാരിക്കാൻ കഴിവില്ലാത്തവനുമായിരിക്കും. എന്തെന്നാൽ യഥാകാലം പൂർത്തിയാകാനിരിക്കുന്ന എന്റെ വാക്കുകൾ നീ വിശ്വസിച്ചില്ല. ജനം സക്കറിയായെ കാത്തു നിൽക്കുകയും വിശുദ്ധ സ്ഥലത്ത് അവൻ വൈകുന്നതിനെ പറ്റി അത്ഭുതപ്പെടുകയും ചെയ്തു. പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കാൻ അവന് കഴിഞ്ഞില്ല. വിശുദ്ധ സ്ഥലത്ത് അവനൊരു ദർശനമുണ്ടായി എന്ന് അവർക്ക് മനസ്സിലായി. അവൻ അവരെ ആംഗ്യം കാണിക്കുകയും ഊമയായി തുടരുകയും ചെയ്തു. ദേവാലയ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി. ആ ദിവസങ്ങൾക്കു ശേഷം അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭിണിയായി. 5 മാസം അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രഹസ്യത്തിൽ കഴിഞ്ഞുകൂടി. മനുഷ്യരുടെ ഇടയിലുള്ള എന്റെ അപമാനം നീക്കാൻ എന്നെ കടാക്ഷിച്ച നാളുകളിൽ കർത്താവ് എനിക്ക് ഇപ്രകാരം ചെയ്തു തന്നിരിക്കുന്നു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ